പാനൂരിലെ CPM നേതാക്കളെ ലഹരി സംഘം ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. പന്ന്യന്നൂർ പഞ്ചായത്തിലെ അരയാക്കുൽ മേഖലയിൽ ലഹരി സംഘങ്ങൾക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അംഗവും പ്രാദേശിക നേതാക്കളും ലഹരി സംഘങ്ങൾക്കെതിരെ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതാണ് പ്രദേശത്തെ ലഹരി സംഘത്തെ പ്രകോപിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് ഡിവൈഎഫ്ഐയുടെ ലഹരിവിരുദ്ധ പ്രകടനം കഴിഞ്ഞ് പോവുകയായിരുന്ന പഞ്ചായത്ത് അംഗത്തെയും പ്രാദേശിക CPM നേതാക്കളെയും തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. അരയാക്കൂലിലെ ജന്മിന്റെ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭീഷണിപ്പെടുത്തിയതെന്നാണ് പരാതി. സംഭവത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകി. കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ട ആളുകളെ പിടിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ചില ആളുകൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമ്മുടെ മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് പാതകമാണ്, നിങ്ങൾ അനീതിയാണ് ചെയ്യുന്നത്. അവരെ ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് നിങ്ങൾ നടത്തേണ്ടത്. നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ നാടിനെ നല്ല നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഇതിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് നിങ്ങൾ വേണ്ടത്. പരാതിയിൽ പറഞ്ഞ ബിജു മുൻ CPM പ്രവർത്തകനാണ്. കുന്നോത്തുപറമ്പിലെ BJP പ്രവർത്തകൻ KC രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. എന്നാൽ നിലവിൽ ബിജുവിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രൈം 21 തലശ്ശേരി.